കാര്യം നമ്മുടെ പത്തരമാറ്റ് നമ്മുടെ അനിയുടെ ജീവിതം കൈവിട്ട് പോയ പോലെ ആട്ടോ. നമ്മുടെ അനാമിക ഒരു തരത്തിലും അടുക്കുന്നില്ല. നമ്മുടെ അനി പറയുന്നുണ്ട്, നമ്മുടെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ആദ്യ നാളുകളിൽ ആ ഒരു ഭർത്താവിന്റെ കുടുംബവുമായിട്ട് എന്താ പറയാ ചേർന്ന് പോകാൻ പെൺകുട്ടികൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന ആ ഒരു അഡ്ജസ്റ്റ് ആക്കുന്ന ദിവസങ്ങളായിരിക്കും ആദ്യത്തെ ദിവസങ്ങൾ. നീ അതൊന്നും അല്ലല്ലോ, വന്നത് തന്നെ യുദ്ധമായിട്ടാണല്ലോ എന്നൊക്കെ നമ്മുടെ അനാമികയോട് അനി പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ അനാമിക പറയുന്നുണ്ട്, ഓ ഞാനെല്ലാം തുറന്നു പറയും, ഞാൻ ആരുടെ ആരാണെന്നൊന്നും നോക്കുന്നില്ല, ഞാൻ മുഖത്ത് നോക്കിയുള്ള കാര്യം പറയുന്നൊക്കെ നമ്മുടെ അനാമികയും പറയുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ അനിയെ നമ്മുടെ നന്ദുവിന്റെയും ആ ഒരു ചേച്ചിമാരുടെയും കാര്യം പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അവരോടാണല്ലോ സ്നേഹം അനിക്കുക, ഞാനിപ്പോൾ ഒരു പുറമ്പോക്കാണല്ലേ എന്നൊക്കെ പറഞ്ഞ അനാമിക ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പൊ അനി പറയുന്നുണ്ട്, ആ ശരി, നീ പറയുന്നതാണ് സത്യം, ഞാൻ ഒന്നിനും തർക്കിക്കാൻ വരുന്നില്ല, നീ നിന്റെ പാട് ഞാൻ എന്റെ പാട് എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ അനാമിക പറയുന്നുണ്ട് കേട്ടോ, എങ്ങനെയാണെങ്കിലും നമ്മുടെ ആദ്യ രാത്രി ഒരുപാട് ഇപ്പൊ തന്നെ നടക്കും, അതിന് സമയം പിടിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അനി പറയുന്നുണ്ട്, അതിന് ഞാനിപ്പോ ആവശ്യപ്പെട്ടോ ആദ്യ രാത്രി നിന്റെ പുറകെ ഞാൻ വന്നു, അതിന് വേറെ ആണുങ്ങളെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനാമികയെ മുട്ടം വഴക്കാട്ടോ നമ്മുടെ ആദ്യ രാത്രിയില്. അപ്പൊ നമ്മുടെ അനാമിക അപ്പോഴും പഴിക്കുന്നത് മൊത്തം നയനെയും ആ ഒരു നന്ദുവിനെയൊക്കെ ആട്ടോ. അവര് കാരണമാണ് നീ ഇങ്ങനെ മാറിയത്, അവര് പറഞ്ഞിട്ടുണ്ടാവും എന്നെ ഇങ്ങനെ അകറ്റി നിർത്തണം, മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനാമിക തൊട്ടേനും പിടിച്ചതിനും നമ്മുടെ അനിയോട് ദേഷ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുക. അപ്പൊ നമ്മുടെ അനി, നീ എന്താന്ന് വെച്ചാൽ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ കിടന്നുറങ്ങുവാന്ന് പറഞ്ഞ് പുതപ്പൊക്കെ മൂടി അനി കിടന്നുറങ്ങുന്നുണ്ട്. അനാമികയും അപ്പുറത്ത് അനാമികയും ഉറങ്ങുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും പുറവും തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ ആദ്യ രാത്രി അങ്ങനെ എന്താ പറയാ 8ന്റെ പണിയുമായി കുളമായി എന്ന് തന്നെ പറയാം കേട്ടോ. നമ്മുടെ ദേവയാനിയും നമ്മുടെ ജലജയൊക്കെ ഭയങ്കര പ്രതീക്ഷയോടുകൂടി നമ്മുടെ അനാമിക ആ മുറിയൊക്കെ അലങ്കരിച്ച് അനാമികയ്ക്ക് പാലൊക്കെ ആയിട്ട് വിട്ടതാണ്. ഈ മുറിക്കുള്ളിൽ ഇങ്ങനെയാണ് സംഭവങ്ങളെന്ന് അവർക്കൊന്നും അറിയില്ലല്ലോ. അവർ വിചാരിച്ചിരിക്കുന്നത് ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണെന്നാണ്. പക്ഷേ കൊടും യുദ്ധമാണെന്ന് നമ്മുടെ അനാമികയ്ക്കും അനിക്കും ആ നയനയ്ക്കും മാത്രമേ അറിയാൻ പാടുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ഒരു ബന്ധം എത്ര നാൾ നീണ്ടു പോകും, എത്ര നാൾ നമ്മുടെ അനാമികയെ സഹിക്കേണ്ടി വരും എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.